KCYM മാനന്തവാടി രൂപത അവതരിപ്പിക്കുന്ന ബൈബിൾ കഫേ പരമ്പരയിൽ ഇന്ന് നമ്മോട് കൂടിയായിരിക്കുന്നത് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം പിതാവാണ്. വചനം പഠിക്കാനും വായിക്കാനും എന്നും നമ്മെ പ്രചോദിപ്പിക്കുന്ന അഭിവന്യ പിതാവിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിതാവേ, ബൈബിൾ വായന നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഉൽപ്പത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ആണോ? ബൈബിൾ വായന നമ്മൾ തുടങ്ങേണ്ടത് ഈ രണ്ട് സ്ഥലത്തു നിന്നല്ലെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ബൈബിളിൽ നിന്ന് അവിടെയും ഇവിടെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ അത് നമ്മുടെ ചെവിയിൽ, നമ്മുടെ ശ്രദ്ധയിൽ, കഥാരൂപത്തിൽ പറഞ്ഞു തരികയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വായന അവിടെയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരാണ് നമ്മുടെ പുസ്തകങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന അവരെയാണ്. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ അപ്പൻ്റെയും അമ്മയുടെ മുഖത്തു നിന്നാണ് അവർ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ചെടുക്കേണ്ടത്. അങ്ങനെ വായിച്ചെടുക്കണമെങ്കിൽ ഇവരുടെ മുഖത്ത് അതുണ്ടായിരിക്കണം, അവരുടെ ഉള്ളിലെ ഹൃദയത്തിൽ അതുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ ഈ കുട്ടികളുടെ ആദ്യത്തെ പുസ്തകങ്ങളെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അവരുടെ മുഖത്തു നിന്നാണ് ഇവർ വിശുദ്ധ വചനങ്ങൾ വായിച്ചെടുക്കുന്നത്. ആ മുഖത്ത് ഇത് നന്നായിട്ടുണ്ടാകണം. രണ്ടാമത്തെ അവർ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ മാതൃകയാണ്. ഈ മാതൃക അവരെപ്പോഴും നോക്കും. എൻ്റെ പപ്പ എന്ത് പറയുന്നു, എൻ്റെ മമ്മി എന്ത് പറയുന്നു, അല്ലെ എന്ത് ചെയ്യുന്നു എന്നുള്ളവർ നോക്കും. എപ്പോഴും അവർ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ നോക്കും. അത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചില പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവരേത് രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അമ്മമാർ, ഞങ്ങളുടെ വല്യമ്മമാർ പഠിപ്പിച്ചിരുന്ന കാര്യമുണ്ട്. നമ്മളെവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു കല്ലേ തട്ടി ഒരു വേരെ തട്ടി വീഴാൻ തുടങ്ങുമ്പോൾ ഈശോ എന്ന് വിളിക്കും. അതങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് വായിക്കാൻ തുടങ്ങുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ പിന്നീട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, വീഴാൻ തുടങ്ങുന്നതല്ല, പരീക്ഷയിൽ ബുദ്ധിമുട്ടാകുമ്പോൾ അമ്മ പറയുന്ന സാരമില്ലയുടെ തമ്പുരാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, അപ്പം നീ എന്തിനാ അതിനകത്ത് വിഷമിക്കുന്ന, എന്തിനാ, അത് അവിടെ പരീക്ഷ നിനക്ക് ധാരാളം നിൻ്റെ തലയിലുണ്ട്, അത് നന്നായിട്ട് എഴുതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളിത് ആദ്യം വായിക്കാൻ പഠിക്കുന്നത്. പിന്നീട് ഈ മാതാപിതാക്കൾ അയൽക്കാരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കും. അവരുടെ സംസാരവും നമ്മൾ വിചാരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ലെന്നാണ്. അവർക്ക് മനസ്സിലാകും. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് പോലും അമ്മയുടെ മനോഭാവം മനസ്സിലാകും. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ, നമ്മുടെ വല്യമ്മമാരൊക്കെ പറഞ്ഞിരുന്നത് സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ നല്ല ചിന്തയോടുകൂടി നടക്കണം. കാരണം ഈ കുട്ടിയെ അത് ബാധിക്കും, കുട്ടി അത് റീഡ് ചെയ്യും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അത് വലുതായി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എത്രമാത്രം ഉപദേശിച്ചാലും ഇവരിതെന്തുമാത്രം സ്വീകരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇവർ ഈ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാനായിട്ട് അവർക്ക് സാധിക്കുക എന്നുള്ളത്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ അധ്യാപകരാണ്. പ്രത്യേകിച്ച് മതബോധന അധ്യാപകർ, പള്ളിയിലെ അച്ഛൻ, അതുപോലെ അവർ സിസ്റ്റേഴ്സ്, അവർ ബന്ധപ്പെടുന്ന ആളുകളെല്ലാം, ഇവരെല്ലാം ഇവരുടെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളാണ് ഇവർക്കിത് വായിക്കാനുള്ള പ്രേരണ കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ശാസ്ത്രീയമായിട്ട് ചിന്തകൾ തലയിൽ കയറും. അതൊക്കെ ശരിയാണ്. അപ്പോൾ അവർ വീണ്ടും ഇവരെ സമീപിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാകണം. അന്നേരം അവർ പറയണം, മക്കളെ ഇന്ന സ്ഥലത്തുണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അവർ പിന്നെ സംശയമായിട്ട് വരും, വീണ്ടും തീർത്ത് കൊടുക്കുക. ഇങ്ങനെ അതുകൊണ്ട് അത് ഉൽപ്പത്തിയിൽ തുടങ്ങണമോ അതോ സുവിശേഷങ്ങൾ തുടങ്ങണമോ എന്ന് ഞാൻ പറയുകയില്ല. കാരണം ഇവിടെ എല്ലാം തുടങ്ങണം. അത് മറ്റവരിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ പ്രായപൂർത്തിയായി കഴിയുമ്പോഴേ എവിടെ തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ അത്രയും കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ തുടങ്ങണമെന്ന് നമ്മളോട് ആരും പറയേണ്ട ആവശ്യം വരികയില്ല. കാരണം നമുക്കറിയാം എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മളെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് സങ്കീർത്തനത്തിൽ ചില കാര്യമായിരിക്കാം. 23-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്. അത് പറയുമ്പോൾ നമ്മളറിയാതെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതെടുത്ത് വായിക്കും. അതുപോലെ തന്നെ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലതുണ്ടാകും. നമ്മൾ ഭയങ്കരമായിട്ട് വിരോധമൊക്കെ തോന്നുമ്പോൾ എവിടുന്നാണ് വായിക്കേണ്ടത് തോന്നും. ഉടനെ അത് ഈശോയുടെ ഒക്കെ നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം, അവനെ നീ ശപിക്കരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോഴും ഈ ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങളുണ്ടാകും. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെക്കുറിച്ചാണ്. പിന്നീട് അത് പൗലോസ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കേട്ടാണ് പിന്നീട് ഒരു സ്ട്രക്ചേർഡായിട്ട് ശാസ്ത്രീയമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ ചെറുപ്പത്തിൽ ഇത് അല്ലെങ്കിൽ ഒരു 7, 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോൾ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ മനസ്സിലാകും. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരിക, അതിൽ നിന്ന് അവർ ഉദ്ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് മന്ന എന്നുള്ള വാക്ക് കേട്ടത് എൻ്റെ അധ്യാപകനാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ജോസഫ് സാറുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അദ്ദേഹം അന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം വീട്ടിൽ നടന്നിട്ടാണ് സ്കൂളിൽ വന്നിരുന്നത്. ബസ്സും വണ്ടിയൊന്നുമില്ല. അദ്ദേഹം വൈകുന്നേരം ഈ 10 കിലോമീറ്റർ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം ഇത് ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പേ നിർത്തിയിട്ട് ഞങ്ങളോട് വിശുദ്ധ ബൈബിളിൽ നിന്നത് പഴയ നിയമത്തിൽ മിക്കവാറും ഒരു സംഭവം പറയും. ഇസ്രായേൽക്കാർ പുറപ്പാട് കാലത്ത് അനുഭവിച്ചൊരു സംഭവം. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ നിന്നാണ് ഇന്ന് ഞാൻ ഓർക്കുന്നത്. എന്നെ അത് പഠിപ്പിച്ചത് ഒരു അച്ഛനോ സിസ്റ്ററോ വീട്ടിൽ നിന്ന് പോലും അല്ല, വീട്ടിലുള്ളവർക്ക് അറിയാമെങ്കിലും അവർ പറഞ്ഞിട്ടില്ല, ഈ സാറാണ്. ഇന്ന് ഞാനത് പറയാൻ കാരണം ഇങ്ങനെ കുട്ടികളുടെ പുസ്തകങ്ങളെന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, ഈ വായന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മറ്റുള്ളവർ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈ രീതിയിൽ അവരുടെ മനസ്സിലേക്ക് ഇത് ദൈവവചനമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർ വായിച്ചോളൂ. അഭിമന്യ പിതാവേ, നമ്മൾ വചനം വായിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മളത് നിർത്തിപ്പോകാറുണ്ട് വായന. അപ്പോൾ അതിനൊരു പരിഹാരം എങ്ങനെയാണ്? അതിൻ്റെ പരിഹാരം ഇത് തന്നെയാണ്, ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതായത് നമുക്കങ്ങനെ അത് വായിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം ഇത് ദൈവവചനമാണ് എന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രായപൂർത്തിയൊക്കെ വായപ്പിന് ദൈവവചനം എന്നുള്ള കാര്യം നമുക്കൊരു ബോധ്യം വന്നത്, അല്ല ബോധ്യം വന്നിട്ടില്ലെങ്കിലും അത് തോന്നാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തോടുള്ള നമ്മുടെ സമീപന ശൈലിയാണ് ആദ്യം രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഈ പുസ്തകത്തോടുള്ള സമീപന ശൈലി എന്താണെന്ന് പറയേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആന്തരികമായിട്ടുള്ള അതിൻ്റെ അകത്ത് ചില കോൺട്രഡിക്ഷൻസൊക്കെ തോന്നുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നത്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ വായിക്കാം. നമ്മൾ ഈ വചനത്തോട് നമുക്കൊരു അഭിനിവേശം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാം വാക്യം മുതൽ 10ഉം 11ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. നമ്മൾ വിശുദ്ധ കുർബാന പറയുന്നത് എപ്പോഴാണ്? തുടക്കത്തിലല്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛൻ പറയുന്നതാണ്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിനോട് വലിയൊരു അഭിനിവേശവും അഭിലാഷവും ഉണ്ടാകുമ്പോഴാണ് ഈ ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഇല്ലാതാകുക. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തോന്നുകയില്ല. അതുപോലെ തന്നെ വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ തന്നെ 25-ാം വാക്യം പറയുന്ന ഇതാണ്: എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. അപ്പോൾ വചനങ്ങളാൽ എങ്ങനെയാണ് ശിക്ഷണം നേടുന്നത്? വചനം പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യം, നീ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ അല്ലേ ഫേക്ക് ന്യൂസ് ഉണ്ട്. ഇതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ? ഉണ്ട്, കൃത്യം പറയും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം പറയുന്ന 1-ാം വാക്യം പറയുന്നത്, നീ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, ആ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിരോധാഭാസം തോന്നിയില്ല അതിനകത്ത്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ പൗലോസ് തീമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. ഇത് പറഞ്ഞു തരണം നമുക്ക്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കും. അപ്പോഴേ ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായ ഒരു പുസ്തകമാണ് എന്ന് നമുക്കെപ്പോഴും തോന്നണം. ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സെൻസ് ഓഫ് സീക്രട്ട് ഉണ്ടാവണം. ഞാനിപ്പോൾ എൻ്റെ ഒരു ശൈലിയായിട്ട് എടുത്തിരിക്കുന്നത് ബൈബിളിന് മുകളിൽ ഒരു സാധനം വെക്കാറില്ല. ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ ഇരിക്കുവാണെങ്കിൽ ബൈബിൾ ഏറ്റവും മുകളിലായിരിക്കും, അതിൻ്റെ മുകളിൽ ഒരു സാധനം വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സീക്രട്ട് ഞാൻ എന്നിൽ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, ആ ബൈബിളിനോടുള്ളൊരു ഭക്തി. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ പിന്നെ ഞാൻ എപ്പോഴും അതുപോലെ അത് എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അതൊന്ന് അംഗീകരിക്കുക. 2, അവ പ്രബോധനത്തിന് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വിരോധാഭാസം വൈരുദ്ധ്യങ്ങൾ തോന്നാതിരിക്കണമെങ്കിൽ ഇതിനകത്തുള്ള വചനങ്ങളാൽ നമ്മൾ പ്രബോധിപ്പിക്കപ്പെടണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വ്യാജ വാർത്ത, അല്ലെങ്കിൽ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം,
അത് കേവലം ഒരു പ്രമാണം മാത്രമല്ല, കൃത്യമായിട്ട് അതിനകത്ത് പറയും. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ പ്രബോധിപ്പിക്കണം. പിന്നെ ഇത് ശാസനത്തിന്, ഞാനൊരു തെറ്റ് ചെയ്താൽ ശരിയല്ല എന്ന് എന്നോട് അന്നേരം പറയാനായിട്ട് ഇത് വരും, ശാസനത്തിന്. അതുപോലെ വീണ്ടും തെറ്റ് തിരുത്തലിന്, ഞാനൊരു തെറ്റ് ചെയ്താൽ അത് നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും. നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന നീതിയിലുള്ള പരിശീലനം എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാകില്ല. അത് നമ്മളെ സംബന്ധിച്ച് നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള കൃത്യമായിട്ട് കിട്ടുക, അതാണല്ലോ നീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നീതി എന്ന് പറയുന്നതല്ല. നീതി, വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. പിന്നീട് നമുക്കറിയാം, നമുക്ക് എളുപ്പമല്ല മനസ്സിലാക്കാൻ. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലും ഹിബ്രു ഭാഷയിലൊക്കെയുള്ള അർത്ഥം വേറെയാണ്. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ഇത് നീതിയിലുള്ള പരിശീലനത്തിനും ഇത് ഉപകരിക്കും. അതായത് ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഇതിലൂടെ നമ്മൾ വായിച്ചു നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ പരിശീലിപ്പിക്കപ്പെടും. വീണ്ടും പറയുകയാണ്, ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇതിനെ കണ്ടുകൊണ്ട് ഇത് വായിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ പരിശീലിപ്പിക്കപ്പെടുക, തെറ്റുതിരുത്തപ്പെടുക, പ്രബോധിപ്പിക്കപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഈ നല്ല പ്രവൃത്തികൾ ചെയ്ത് പരിപൂർണരാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മനസ്സിലാകാതെ പോകാൻ കുറേ കാര്യങ്ങൾ, പക്ഷേ നമ്മൾ അന്നേരം ചോദിക്കണം ആരോടെങ്കിലും ചോദിച്ച് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ ആരാ ദൈവഭക്തൻ? അപ്പോൾ നമ്മളിതിനകത്ത് ഒരു വാചകം ഇവിടെ കണ്ടു കഴിയുമ്പം അതിനൊരു അനുബന്ധമായിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടാകാം. ഈ ബൈബിൾ തന്നെ പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദാഹരണത്തിന് സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 3-ാം വാക്യം എന്താണ് തിന്മയെന്ന് പറയും. ഉദാഹരണമായിട്ട് 8-ാം അധ്യായം 3-ാം വാക്യം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കും. ആരാ ദൈവഭക്തൻ? ആ കാര്യമായിട്ട് പറയുന്നത് 3-ാം അധ്യായം തിന്മയെ വെറുക്കുന്നതാണ് യഥാർത്ഥമുള്ള ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കുന്ന മനുഷ്യൻ നല്ല പ്രവൃത്തികൾ മൂലം പരിപൂർണനാകാൻ സഹായിക്കുന്നത് ഈ വചനമാണ്. കാരണം നമ്മൾ തിന്മയെ വെറുത്താൽ മാത്രം പോരാ, അത് പോസിറ്റീവ് ആവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം. അപ്പോൾ ആ നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് പറയുന്ന ഇതാണ് എന്താണിത്? 13-ാം വാക്യം, 8-ാം അധ്യായം 13-ാം വാക്യം സുഭാഷിതം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. വീണ്ടും അപ്പോൾ നമുക്ക് എന്താണ് ദൈവഭക്തി എന്ന് മനസ്സിലായി. വീണ്ടും 6-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയും, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമത് ഒന്നുകൂടി അവിടുന്ന് മിളച്ചമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളെ തന്നെ പ്രബോധിപ്പിക്കാനായിട്ട് ഈ തിന്മയെല്ലാം വെറുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഭക്തരായി തീരുക. അങ്ങനെയുള്ളൊരു അവസരത്തിൽ മാത്രമേ നമുക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ആന്തരികാർത്ഥം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതൊരു 10 പ്രാവശ്യം വായിച്ചാൽ ആന്തരികാർത്ഥം മനസ്സിലാവും. കാരണം എന്താ, എവിടെയെങ്കിലും ഉള്ള ഒരു സൂചനയ്ക്ക് അല്ലെങ്കിൽ ഒരു റെഫറൻസിന് വേറൊരു സ്ഥലത്ത് അതിനൊരു അർത്ഥം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിരന്തരം ഇത് വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു പുസ്തകം മാത്രം വായിച്ചാൽ മനസ്സിലാകില്ല. ഇപ്പോൾ സങ്കീർത്തനം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പുസ്തകവും വായിക്കണം, എന്നാലേ മനസ്സിലാവും. കാരണം അതിനകത്തെ കാര്യങ്ങളെ പറയുന്ന മുഴുവൻ. പിതാവേ, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ഈ കഠിനമായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത് അങ്ങനെ? നമുക്ക് ഉദാഹരണം ഒരു കഠിനം പറഞ്ഞു. ഇപ്പം പല സ്ഥലങ്ങളിലും ദൈവം ശിക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു നമുക്ക് അങ്ങനെ വരാൻ കാരണം? ഉദാഹരണമായിട്ട് ബിബിൻ പോയി തീക്കകത്ത് കൈയിട്ട എന്ത് പറ്റും? കൈ പൊള്ളും. ദൈവം ശിക്ഷിച്ചതാണോ? അല്ല. അത് ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസ് ആണ്, പ്രത്യാഘാതമാണ്. എന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു പ്രത്യാഘാതമുണ്ട്. ദൈവം ഈ ലോകത്തിൽ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പ്രകൃതി നിയമങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാതിരുന്നാൽ ചില പ്രശ്നങ്ങളുണ്ടാവും. അതിനെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട്, കാരണം ഇത് എഴുതുന്ന കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്നൊക്കെ മലയാള ഭാഷയിൽ പറയും. നിങ്ങളത് പഠിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പഠിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കും. അത് പാസീവ് വോയിസ് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, അതാണ് കർത്തരി പ്രയോഗം. അപ്പോൾ ഞാൻ ചെയ്തു അല്ലെങ്കിൽ എന്നാൽ ചെയ്യപ്പെട്ടു, രണ്ടും ഒന്ന് തന്നെ അർത്ഥം, പക്ഷേ രണ്ട് ഇതിലാണ് പറയുക. ഇതുപോലെ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഫിലോസോഫിക്കൽ മൈൻഡ് വളരെ കുറവുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം ആക്റ്റീവായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ എന്താണ് ഒരു നിറം, ഓക്കെ ഇത് വയലറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ വയലറ്റ് നിറം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം.
പക്ഷേ ഒരു സാധനം കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം, ഒരു തടിയോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഒരു സാരിയോ വേറെ എന്തെങ്കിലും വേണം, എങ്കിലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയോട്, ഒരു 3 വയസ്സുള്ള കുട്ടിയോട് വയലറ്റ് എന്ന് പറഞ്ഞാൽ വല്ലതും തിരിയോ? ഒന്നും തിരിയല്ല. കാരണം എന്താ? അതിൻ്റെ മനസ്സിലത് ഉൾക്കൊള്ളാൻ, കാരണം അതിന് അത്രയും ഫിലോസോഫിക്കൽ മൈൻഡില്ല. ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മൂർത്തമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത സാധനങ്ങൾ അത് തിരിച്ചറിയാൻ പറ്റിയാൽ എളുപ്പമല്ല അതിന്. അപ്പോൾ അതുകൊണ്ട് ഈ അന്നത്തെ ജനത എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവായിട്ടൊരു ജനതയാണ്. ഈ ജനതയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ ഇതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. പിന്നെ അവരുടെ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. നമ്മുടെ ഭാഷയിൽ ഒരുപാട് പരിമിതികളുണ്ട് അല്ലേ? നമ്മുടെ പപ്പായോട് പറയുക നീ, നിങ്ങൾ, അങ്ങ്, ഇതിലേതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റിയല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പപ്പ എപ്പോഴാണ് വന്നത്? പപ്പ അത് ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട് ഇല്ലേ? അപ്പോൾ പരിമിതി ഇനിയിപ്പോൾ നീ എന്ന് വിളിച്ചാൽ പ്രശ്നമാകും, നിങ്ങൾ എന്ന് വിളിച്ചാൽ പ്രശ്നമാകും, അങ്ങെന്ന് പറഞ്ഞാലും പ്രശ്നമാകും. ഈ പരിമിതികൾ എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇതിൻ്റെ ഈ ഭാഷയുടെ പരിമിതി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ശിക്ഷ അല്ല, പിന്നെ എന്നാ, ദൈവമാണല്ലോ ഈ നിയമം ഉണ്ടാക്കിയത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ദൈവം തന്നെ വെച്ചതല്ലേ? അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതിനെ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല മനസ്സിലാക്കാനായിട്ട്. ബൈബിൾ വായിച്ചാൽ മാത്രമേ ആത്മീയ വളർച്ച ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയും മറ്റ് അനുഷ്ഠാനങ്ങളും ഇതിനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്? അല്ല, ഇപ്പോൾ ഒരു ഡോക്ടർ മെഡിക്കൽ ബുക്സ് വായിച്ചാൽ മാത്രമേ ഡോക്ടർ ആവുകയുള്ളൂ? അല്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾ ഡോക്ടർ എന്ന നിലയിൽ അടിസ്ഥാനപരമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. അയാൾ ഒരു മാസികയിൽ വരുന്ന ഒരു രോഗത്തെക്കുറിച്ച് ലേഖനം വായിക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ അടിസ്ഥാനപരമായ ചില ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അത് വായിക്കണം. എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കുമാരനാശാൻ്റെ കവിത പഠിക്കുമ്പോൾ ആ കവിത പഠിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നതാണ് കവിത തന്നെ വായിക്കണം അല്ലേ? എന്നാലേ മനസ്സിലാവുള്ളൂ. എന്നാലേ പിന്നെ അതേക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. അപ്പോൾ ഈ വിശുദ്ധ ബൈബിൾ വായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊക്കെ ഇന്ന് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അതായത് ഇന്നിപ്പം നമ്മൾ പറയുമല്ലോ എന്താണ്, മതം ഏതായാലും നമുക്ക് അല്ലേ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനായ പോരെ. അപ്പോൾ അതങ്ങനെ പറ്റുകയില്ല. കാരണം ഈ മതത്തിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മതം പറയുന്ന രീതിയിലാണ് നമ്മൾ നന്നാവേണ്ടത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചേ മതിയാകും. പിന്നീടുള്ള പ്രാർത്ഥനകളുമെല്ലാം ഇതിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ നല്ലത്, അത് ഇതിൻ്റെ ഭാഗമാണത്. അത് നമുക്ക് പ്രാർത്ഥിക്കാം, അത് ഉപയോഗിച്ച് നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴും സങ്കീർത്തനം അതുപോലെയുള്ളതുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എവിടെ നിന്നാണ് വന്നത്? ഇതിനകത്തുനിന്നല്ലേ? കർത്താവ് പഠിപ്പിച്ചതാണ് ശിഷ്യന്മാർ. അതുകൊണ്ട് അല്ലെ നന്മ നിറഞ്ഞ പറയും, അതും ഏതാണ്ട് അതുപോലെ തന്നെയല്ലേ, അതും ഇതിനകത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ പ്രാർത്ഥന, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ഇപ്പം പരിശുദ്ധാത്മാനുള്ള ജപം, കുമ്പസാരത്തിനുള്ള ജപം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളാണ്. പക്ഷേ അതിൻ്റെ എല്ലാം കാതൽ ഇവിടെ നിന്നാണ്, അടിസ്ഥാനം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളൊക്കെ ഈ ഡോക്ടറേറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം സോഴ്സുകൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ പ്രാഥമിക സോഴ്സുകൾ, പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ്, തെർഷ്യറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക അല്ലെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്നോ അതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈബിളിനെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ പ്രഥമ സോഴ്സ് ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ സോഴ്സ് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. നമ്മൾ വായിച്ചിരിക്കണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്ത ആധ്യാത്മികത പൂർണ്ണമാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒന്നും കാരണന്മാർ ബൈബിൾ വായിച്ചിട്ടില്ല. കാരണം അന്ന് നമുക്ക് മലയാളത്തിൽ പൂർണ്ണ ബൈബിൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അവരുടെ ആധ്യാത്മികത പൂർണ്ണമായിരുന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ. പക്ഷേ അവരുടെ വളരെ ചുരുങ്ങിയൊരു ചുറ്റുപാടേ ഉണ്ടായിരുന്നുള്ളൂ. അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, അത്യാവശ്യം മക്കളെയൊക്കെ വളർത്തി, കന്നുകാലിയൊക്കെ നോക്കി, കൃഷി, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഒരുപാട് വ്യാപകമായി. ഇന്ന് നമുക്ക് അത് പോരാ. അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ അന്ന് ഈ റീസണിങ് കുറവാണ്. അത് അങ്ങനെ പള്ളിയിലച്ഛൻ പറഞ്ഞാൽ അങ്ങനെ അത്രേ ഉള്ളൂ, അതിനപ്പുറത്തില്ല. ഇന്ന് അച്ഛൻ പറഞ്ഞാൽ അതിനച്ഛാന്ന് ചോദിക്കും ഉടനെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രൈമറി സോഴ്സ് വായിക്കാതെ നമുക്ക് നമ്മുടെ ആത്മീയത നിലനിർത്താൻ പറ്റുകയില്ല. മാത്രമല്ല ഇന്ന് കുട്ടികൾ കൂടുതൽ ചിന്തിക്കുന്നവരാണ്, റീസൺ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളോട് ചോദിക്കുക, അത് ചെയ്യടാ, പള്ളി പോയില്ല എന്താ കുഴപ്പം,
അല്ലേ? അതല്ലേ ആദ്യം പറയുക. അപ്പോൾ പോയി അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ളത് ഇതിനകത്ത് പറയണം. ഈ എബ്രായ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയും, നിങ്ങൾ ആ സമ്മേളനങ്ങൾ വരുമ്പോൾ, കർത്താവിൻ്റെ ദിവസത്തിൽ സമ്മേളനം വരുമ്പോൾ നിങ്ങളതിനെ ഒഴിവാക്കരുത്, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം എന്നിതിനകത്തുണ്ട് എന്ന് അന്നേരം നമുക്ക് മനസ്സിലായി ഇത് വായിക്കുമ്പോൾ. അതുകൊണ്ട് ക്രൈസ്തവ ആത്മീയത വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേണം എന്ന് തന്നെയാണ് എൻ്റെ